പ്രധാന പൂജാരിയാണ്. സ്വാമിയുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ശ്രീ മൂകാംബിക ക്ഷേത്ര കൊല്ലൂർ. ഇവിടെ ഇന്നലെ ബ്രഹ്മരഥോത്സവം നടന്നിട്ട് ഇന്ന് ആറാട്ടാണ്. ഇപ്പോൾ ആറാട്ട് തുടങ്ങും. ദേവി എഴുന്നള്ളിപ്പിച്ചിട്ട് ഇവിടെ മണ്ഡപത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറിൽ ആറാട്ടൊക്കെ കഴിഞ്ഞിട്ട് ദേവി സൗപർണിക നദിക്ക് പോയിട്ട് അവിടെ ധോണിയാട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ദേവീനെ അവിടെ കുളിപ്പിക്കും. അഭ്യംഗസ്നാനം എണ്ണൊക്കെ മാർജനം ചെയ്തിട്ട് അഭ്യംഗസ്നാനം ദേവിനെ അവിടെ കുളിപ്പിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ ഇരുത്തിയിട്ട് അവിടെ ഒരു അഷ്ടാവധാന സേവ അതൊക്കെ ചെയ്തിട്ട് പിന്നെ നാളെ രാവിലെ ദേവി അമ്പലത്തിൽ കൊണ്ടുവരുള്ളൂ. നാളെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുവന്നിട്ട് പിന്നെ സരസ്വതി മണ്ഡപത്തിൽ ദേവിനെ ഇരുത്തിയിട്ട് പിന്നെ യാഗശാലയിൽ മഹാപൂർണാഹുതിയാണ്. മഹാപൂർണാഹുതി കഴിഞ്ഞിട്ട് കൊടിയേർക്ക് കഴിഞ്ഞിട്ട് ദേവീനെ അകത്ത് കൊണ്ടുപോകും. അകത്ത് കൊണ്ടുപോയിട്ട് പൂർണ്ണ കുംഭാഭിഷേകം ഈ 10 ദിവസത്തിൻ്റെ ചടങ്ങിന് ഒരു കലശ വെക്കും. ആ കലശ പൂർണ്ണ കുംഭ എന്ന് പറയും. പൂർണ്ണ കുംഭാഭിഷേകം ചെയ്തിട്ട് പിന്നെ എല്ലാ അവസാനം മന്ത്രാക്ഷിതാണ്, ആശീർവാദമാണ്. ഈ ദേവി കൊല്ലൂർ മൂകാംബിക അമ്മ ഇന്നലെ പറഞ്ഞ പോലെ അമ്മയാണ്. അതുകൊണ്ട് മൂകാംബിക അമ്മ എല്ലാവർക്കും ആയുരാരോഗ്യ ഐശ്വര്യം ഭാഗ്യം സദ്വിദ്യ സദ്ബുദ്ധി കൊടുത്തിട്ട് എല്ലാവർക്കും നല്ലതാക്കി കൊടുക്കട്ടെ എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 വാക്ക് നിർത്താൻ പോകും. അമ്മ ഭാരതത്തിൻ്റെ ഈ ചാനലിൻ്റെ എല്ലാ മക്കൾക്കും പിന്നെ ക്ഷേത്രത്തിലുള്ള എല്ലാ മക്കൾക്കും ഇപ്പോൾ വന്ന ഈ കഷ്ടനഷ്ടങ്ങൾ എല്ലാം നിവാരണം ചെയ്തിട്ട് എല്ലാവർക്കും ആ ദേവി അനുഗ്രഹിക്കട്ടെ എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 വാക്ക് നിർത്താൻ പോകുന്നു. നമസ്കാരം. സ്വാമിയുടെ മോനാണ്, അത് കൂടെയുള്ള സ്വാമിയുടെ മോനാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഹോക്ലി ഹോണ്ട എന്ന് പറയണേ. ഓക്കെ, ഹോക്ലി ഹോണ്ട എന്ന് പറയണ എന്ന് പറയുന്ന ഈ ഒരു ആചാരം, അമ്മയുടെ മുന്നിൽ നടക്കുന്ന ഈ ഒരു ഹോളി ബാത്ത് എന്ന് പറയാം. ഹോളി ബാത്ത് എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിന് അവർക്ക് ഈ ഒരു വിഭാഗം അവർക്ക് മാത്രമേ അത് ചെയ്യാനുള്ള ഒരു ഇതുള്ളൂ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരുടെ എന്താണ് അവരുടെ കൊലം, മൂകാംബിക സ്ഥലം എന്താണ്, കൊലത്തിന്റെ പേരെന്താണെന്നും അവരെന്താണ് ഈ ആചാരം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സുളിക്കോട് കുടുംബം ഹെബ്രിതാളു കപ്പിനാല് സുളിക്കോട്. എത്ര വർഷമായി? മലയാളക്കാരനാണ്. മുന്നൂറ് വർഷം മുന്നേ ഉള്ള ആചാരമാണ്. ആ പാരമ്പര്യം ഇങ്ങനെ ഇവര് നിലനിർത്തിക്കൊണ്ടുവരാണ്. അമ്പലത്തിന്റെ എപ്പോഴാണ് ഈ അമ്പലം തുടങ്ങിയത്? അപ്പം തൊട്ടിട്ടുള്ള ആചാരമാണ് ഇത്. അപ്പം തൊട്ടിട്ടുള്ള ആചാരമാണ്. അതിങ്ങനെ അവര് നിലനിർത്തി. ഒരാൾക്ക് ഇവിടെ സ്ഥാനമുണ്ട്. ഈ കുടുംബത്തിൽ ഒരാൾക്ക് ഇവിടെ അമ്പലത്തിൽ സ്ഥാനമുണ്ട് എന്നാണ് പറയണേ. അപ്പൊ എല്ലാ വർഷവും കേരള കന്നഡ ಸ್ವಲ್ಪ ಬರ್ತದೆ. നമ്മൾ തിരുവനന്തപുരത്താണ്. ഇത് അമ്മ ശരിക്കും മലയാളം ശങ്കരാചാര്യര് എപ്പോഴിവിടെ വന്നോ അപ്പം തൊട്ടിട്ട് ഈ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഇവര് പറയണത്. കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. ബ്രാഹ്മണര് മാത്രം, ബ്രാഹ്മണർക്ക് മാത്രമുള്ള ഒരു ചടങ്ങ്. ഓക്കെ, എന്നാല് നമുക്ക് കാണാം. എന്തായാലും ലൈവില് കാണാൻ ഇതൊന്ന് അമ്മ ക്ഷേത്രത്തിലെ മാസ്
ನಿಲಬೇಡಿ മാസ്റ്റർ കലാകാരി മാസ്റ്റർ ഞാൻ ഇനി ഒരു കാഴ്ചയും കൂടി കാണിച്ചു തരാൻ പോവാണ്. കർണാടകയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കലാരൂപമാണ് യക്ഷഗാനം എന്ന് പറയുന്നത്. യക്ഷഗാനത്തിന്റെ അമ്മയുടെ മുന്നിൽ അവർ നേർച്ച പോലെ അത് നടത്തുകയാണ് നമുക്ക്. ಮುಂದೆ